നമസ്കാരം. ഒരു മുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദ CPI നേതൃത്വം പാലിക്കുക തന്നെ വേണം. മുന്നണിക്ക് അകത്താണ് കാര്യങ്ങൾ പറയേണ്ടത്, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാർ നിലപാടുകൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ചാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമായിരിക്കും. ഭരണപക്ഷത്തിലെ മുന്നണികളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാതിരിക്കുന്ന ചെന്നായകൾക്ക് മുന്നിൽ കാരണം ഇട്ടു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല. സൂക്ഷിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുമെന്ന് പക്ഷത്ത് നിൽക്കുന്നവരെന്ന് വാദിക്കുന്നവർ ഓർക്കണം. തൃശൂർ പൂര വിവാദത്തിലടക്കം നിരവധി വിഷയങ്ങളിൽ CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കിയ CPI നേതൃത്വത്തിന്റെ നിലപാട് CPIM അണികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന ബോധ്യമുണ്ടായിട്ടും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ആയുധം നൽകിയ CPI നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് CPIM പ്രവർത്തകരിലും അനുഭാവികളിലും ശക്തമായിരുന്നത്. തൃശൂർ പൂരത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ട് CPI രംഗത്ത് വന്നപ്പോൾ ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതുപോലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPIയുടെ വാക്കുകൾ മുഖ്യമന്ത്രി അംഗീകരിച്ചതുകൊണ്ടാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ വിമർശിക്കാൻ അവസരം ഒരുക്കുക മാത്രമാണ് അതിലൂടെ ഉണ്ടായത്. വയനാട്ടിൽ മത്സരിച്ചത് CPI ആണെങ്കിലും ആ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ മഹാഭൂരിപക്ഷവും CPM-ന്റേതാണ്. CPIയെ പിന്തുണയ്ക്കാൻ പാർട്ടി പ്രവർത്തകർ പോലും മടിച്ച സാഹചര്യത്തിൽ CPIM രംഗത്തിറങ്ങിയത് CPIക്ക് ഗുണം ചെയ്തില്ലേ എന്ന് CPI ആത്മപരിശോധന നടത്തണം. ഇതിനിടയിൽ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും ചേലക്കരയിൽ വിജയിക്കാനും പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും CPM സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞുവെന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. CPI ദേശീയ നേതാവ് ആനി രാജയെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായെന്ന് വിലയിരുത്തിയ CPI സംസ്ഥാന നേതൃത്വത്തിന് സത്യൻ മൊകേരിയെ മത്സരിപ്പിച്ചിട്ട് പോലും ജയിക്കാനായില്ല. അത് മാത്രമല്ല, UDF-ന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന വയനാട്ടിൽ 2014 പൊരിഞ്ഞ പോരാട്ടത്തിന് MI ഷാനവാസിനെ വിറപ്പിച്ചു വിടുകയും LDF-ന് വേണ്ടി ഏറ്റവും അധികം വോട്ടുകളായ 3,56,165 വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത സത്യൻ മൊകേരി തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ട് ആയ 2,11,407 വോട്ട് നേടിയ LDF സ്ഥാനാർത്ഥിയായെന്ന കൗതുകവുമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിൽ ആനി രാജ നേടിയ 2,83,023 വോട്ടുകളെക്കാൾ 71,616 കുറവ് വോട്ടുകളാണ് ഇക്കുറി സത്യൻ മൊകേരി നേടിയത്. കഴിഞ്ഞ തവണ 26.9% നേടിയ സ്ഥാനത്ത് ഇക്കുറി വോട്ടിംഗ് ശതമാനം 22.19 ഇടിയുകയും ചെയ്തു. ഇതൊന്നും CPIM-ന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടായതല്ല. മുന്നണിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ തന്നെ വെളിയിൽ വന്നാൽ അത് ഉറപ്പായും വോട്ട് മാറിക്കുത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കും. കഴിഞ്ഞ തവണ ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിച്ചതിനെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ ശക്തമായ നിലപാടെടുത്തത് സെക്രട്ടറിയായ ബിനോയ് വിശ്വമായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം പരിഗണിക്കാതെയാണ് ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ CPI ദേശീയ നേതാവെന്ന നിലയിലാണ് 2024 ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിച്ചിരുന്നത്. 2,83,023 വോട്ടുമായി 26% വോട്ട് വീതമാണ് ആനി രാജയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ നേടാനായിരുന്നത്. 2019 CPI-യിലെ PP സുനീർ നേടിയ 2,74,597 വോട്ടിനേക്കാൾ കൂടുതൽ നേടാൻ ആനി രാജയ്ക്ക് കഴിഞ്ഞതിന് പിന്നിൽ CPM പ്രവർത്തകരുടെ വലിയ പ്രവർത്തനവും വലിയ സ്വാധീനവുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,31,770 വോട്ടിൽ നിന്നും 67,348 വോട്ട് കുറയ്ക്കാൻ ആനി രാജയ്ക്ക് കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. ഇങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും രാജ്യസഭാ സീറ്റ് ആനി രാജയ്ക്ക് നൽകാതെ PP സുനീർ പതിച്ചു നൽകുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. ഈ തീരുമാനത്തിലും ഇടതുപക്ഷ അണികൾക്കിടയിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. CPM-നെ പ്രകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPIക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും വലിയ ചോദ്യമാണ്. CPIM അനുഭാവികളുടെ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും വിജയിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് കഴിയുകയില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ CPI നേതൃത്വം ഇനിയെങ്കിലും ശ്രമിക്കേണ്ടതുണ്ട്.